ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. സമയം പറയാനാണെങ്കിൽ ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ചേട്ടായിയും കൂടെയാണ് നടക്കാൻ ഇറങ്ങിയത്. അപ്പോൾ തോന്നിയൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കാം. എപ്പോഴും എടുക്കാമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ ദിവസവും പോകുന്നുണ്ട് നടക്കാനൊക്കെ. നേരത്തെ ഭയങ്കര മടിയായിരുന്നേ. ഉറക്കം പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. രാവിലെ എണീറ്റിട്ട് വെളുപ്പം കാലത്തൊക്കെ നടക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം ചേട്ടായിയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ പിന്നെ അത്രയും വലിയ മടിയൊന്നുമില്ല, അങ്ങനെ നടക്കും. ക്രോസ് ജംഗ്ഷൻ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടും കടലാസ് പൂ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള റോഡാണ്. കണിക്കൊന്നും പൂത്ത് നിൽക്കണ കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ വീഡിയോ മോൻ്റെ മാരേജ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാരൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ടേ. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അറിയാമല്ലോ, നമ്മുടെ വീടിൻ്റെ വാതിക്ക് എപ്പോഴും ചാമ്പയ്ക്ക ഇങ്ങനെ പൂ വിരിച്ച മാതിരിയാണ് കിടക്കുന്നത്. വവ്വാലെല്ലാം കടിച്ച് ഒക്കെ ഇട്ടേക്കും. ഇലയും കായും ഒക്കെ ഒത്തിരി ഉണ്ടാവും. പിന്നെ അതെല്ലാം ഒന്ന് അടിച്ചു വാരി നിൽക്കണം. അത് ഒരുപാട് സമയമുണ്ട്, ഒരു അരമണിക്കൂറെങ്കിലും വേണം അതൊക്കെ അടിച്ചു വാരി കൊണ്ടുപോയി കളഞ്ഞിട്ടൊക്കെ ആ ജോലി തീരുമ്പോൾ തന്നെ അത്രയും സമയമാവും. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കളയിലുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് മോൻ മലയ്ക്ക് പോണ ദിവസം എടുത്ത വീഡിയോ ആയിരുന്നേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണേ. അങ്ങനെ രാവിലെ തന്നെ മക്കൾ രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് പോയണേ. അപ്പോൾ ഇന്നാണ് മലയ്ക്ക് പോകുന്നത്. അപ്പോൾ അമ്പലത്തിലൊന്ന് പോകണം, വഴിപാടൊക്കെ നടത്താനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ പോവുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ അമ്പലത്തിൽ നിന്ന് വന്നിട്ടേ കഴിക്കുന്നുള്ളേ. അപ്പോൾ അവർ പോകാനായിട്ട് റെഡിയായപ്പോൾ ആങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെട്ടുമുറുക്കിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പം ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് മോൻ രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകും. ഞങ്ങൾ വൈകുന്നേരം പോകുന്നുള്ളൂ. 4 മണി 5 മണിയൊക്കെ ആവും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ. അപ്പം ഞാൻ കുളിച്ചടുക്കളയിൽ കയറിയിട്ട് കട്ടൻ ചായ ഇട്ട്, പിന്നെ ഇന്ന് പാലിരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് ചായ ഇട്ടിട്ടില്ലായിരുന്നേ. ഇഡലി സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കിന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഇല്ല. അപ്പോൾ ഉച്ചയ്ക്കുള്ളതൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിക്കാനുള്ളതൊക്കെ എടുത്തു കൊടുത്ത് മോള് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ന് സൈക്കിളിലും അല്ല പോകണം, ലാപ്പ് കൊണ്ടുപോകേണ്ടത് കാരണം മാത്രമല്ല അവൾക്ക് തലവേദനയുണ്ട്. അപ്പോൾ സൈക്കിൾ ചവിട്ടിപ്പോയാൽ നല്ല വെയിലല്ലേ, അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് ഇന്ന് കോളേജിലേക്ക് വിട്ടത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അടുക്കളയിൽ വന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഇഡലി മാവും കൂടെ ഞാൻ തട്ടിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പൈപ്പിൽ വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ നമുക്കത് വളരെ ദോഷമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് പണം ചോരുമെന്നാണ് പറയുന്നത്, വെള്ളം ഓരോ തുള്ളിയായിട്ട് ഇറ്റിട്ട് ഇതുപോലെ വീണ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പൈപ്പ് പൂട്ടണം. അപ്പോൾ ഈ പൈപ്പ് കംപ്ലൈൻ്റ് ആണ്. ഇതിങ്ങനെ ഓരോ തുള്ളിയായിട്ട് പോകുമ്പോൾ ഞാനിതുപോലെ അഴിച്ച് നോക്കിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇട്ട് നോക്കും. പക്ഷേ എന്നാലും ചില സമയത്ത് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ. അപ്പോൾ പ്ലംബറേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ നമുക്ക് ഒരു കാര്യം നോക്കാൻ വരുന്നുണ്ട്, ടാങ്കിൻ്റെ ചില കാര്യങ്ങൾ നോക്കണം മുകളിൽ. അപ്പോൾ അതിന് വരുമ്പോഴത്തേക്ക് ഇതും കൂടെ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ. ഇതിങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് ഇരിക്കും, വെള്ളം പോകത്തില്ല. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോൾ അടച്ചിച്ച് പോകുമ്പോൾ വെള്ളം ഇട്ടിട്ട് വീഴും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കറിക്ക് മുരിങ്ങക്കോലും തക്കാളിയും അരച്ച് കൂട്ടാൻ പോണു. പിന്നെ ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് മോൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. വളവനാടാണ് എൻ്റെ വീട്. ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ശേഷമേ പോകുന്നുള്ളേ. അനു ഇവിടെ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നേരം വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് അനു ഫാൻ വെച്ചിട്ടാണ് കേട്ടോ, കാറ്റും കൊണ്ടുകൊണ്ടാണ് തേങ്ങ ചിരണ്ടതെന്ന് പറഞ്ഞതിനാണ് ചിരിച്ചത്. ഒരു പൈനാപ്പിൾ മുറിച്ച് കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ചൂടല്ലേ, ഇവിടെ മഴ പെയ്യുന്നില്ല. ഒരു മഴ കഴിഞ്ഞ ദിവസം പെയ്ത്, അതും നന്നായിട്ടൊന്നും പെയ്തിട്ടില്ലായിരുന്നു, വെറുതെ ഒന്ന് ചാറിപ്പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. മോള് ക്യാൻറ്റീനിൽ നിന്ന് എന്തോ ലഘുവായിട്ട് കഴിച്ചെന്ന് പറഞ്ഞ് എന്നിട്ട് കോളേജിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോകുമ്പോൾ കെട്ടുമുറുക്കിന് പോകാനായിട്ട് മോള് വരുന്നില്ല, ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. ഞാനും അനു ചേട്ടായും മാത്രമേ പോകുന്നുള്ളൂ.
പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അനിയത്തിയുടെ ഹസ്ബൻഡാണത് കെട്ടുമുറുക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നതും കെട്ടുമുറുക്കുന്നതും ഒക്കെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ മോൻ ദേ ഇവിടെ നിൽക്കുന്നത് ചേട്ടായി പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അവർക്കാർക്കും ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും വീഡിയോയിൽ പകർത്തുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. എന്നാലും നമ്മൾ വീട്ടിലെ വിശേഷങ്ങളാണല്ലോ, വീട്ടിലെ നമ്മുടെ അടുക്കള വിശേഷങ്ങളാണ് കൂടുതലും വീഡിയോയിലിടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും എടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതെല്ലാം ഒരുക്കി വെക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കെട്ടുമുറുക്കോ അല്ലെങ്കിൽ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുകളോ പോകുന്നതോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. മലയ്ക്ക് പോകുന്നത് ഇവർ 6 പേരാണ്. ഇവിടുന്ന് അമ്മയും ഉണ്ട്, ആങ്ങളയുടെ മോൻ, പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും മോനും, പിന്നെ എൻ്റെ മോനും പോണുണ്ട്. അങ്ങനെ അവർ 6 പേരാണ് പോണത്. ചേട്ടായി പോകുന്നില്ല. ചേട്ടായിക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്, ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടുവേദനയ്ക്കുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഉടനെ പോകണ്ട, ഇതെല്ലാം കഴിഞ്ഞിട്ട് ചികിത്സ എല്ലാം കഴിഞ്ഞ് നടുവിൻ്റെ അസുഖമൊക്കെ മാറി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ചേട്ടായി പോണില്ല. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ അനിയത്തി പായസം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നേ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ സഹായിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചടങ്ങിനായിട്ട് നമ്മൾ പായസമൊക്കെ വെക്കുമ്പോൾ പുറത്തിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീടിന് പുറത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഈ വീഡിയോ ഞങ്ങൾ അറിയാതെ അവരെടുത്ത വീഡിയോ ആണ്. അനുവാണ് വീഡിയോ എടുത്തത്. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടെന്നേ. അപ്പോൾ അനിയത്തി ഇവിടെ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയൽപക്കങ്ങളിലുള്ള വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പം മധുരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സേമിയ പായസമൊക്കെ വെച്ചത്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടുമുറുക്കെല്ലാം കഴിഞ്ഞിട്ട് അവർ പോയപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 7:30 8 മണിയായപ്പോൾ ഞാനും ചേട്ടായി അനുവും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അനിയത്തി പോകുന്നില്ല. അനിയത്തി വീട്ടിൽ തന്നെ നിന്ന് പിറ്റേ ദിവസം അവർ പോയിട്ട് വന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ.